ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന അതിക്രൂരമായ വംശഹത്യയുടെ കഥകൾ പറയുന്ന ചെറു വീഡിയോകൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ അവ കണ്ടു കഴിഞ്ഞു. ഫലസ്തീനികളുടെ കൂടെ നമുക്കാവും വിധം നിൽക്കാനാവുക എന്നത് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഗംഭീരമായ പ്രതികരണങ്ങളും ആ നിലയ്ക്ക് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിശയിപ്പിച്ച ഒരു കാര്യം, വീഡിയോകൾക്ക് താഴെ ഫലസ്തീനികൾക്ക് നേരെ പുച്ഛവും വിരോധവും പറഞ്ഞു വരികയും ഇസ്രയേലിന് പിന്തുണയർപ്പിച്ച് പരിഹാസ കമൻ്റിടുന്നതിൽ ആവേശം കാണിക്കാൻ നൂറുകണക്കിന് പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. പലതും ഫേക്ക് ഐഡികളിൽ നിന്നുള്ളവയാണ്. എത്ര ആഴത്തിലാണ് ഫലസ്തീൻ വിരോധം ചില ദുഷ്ടശക്തികൾ കേരളീയർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതെന്ന് ആ കമൻറ്റുകൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഫലസ്തീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയുക എന്നത് ഹൃദയഭേദകമാണ്. ഈ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത വിവരണാതീതമാണ്. നമ്മുടെ സഹജീവികൾ, കുഞ്ഞുമക്കൾ ശരീരം ചിതറി കൊല്ലപ്പെടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഭീതിയിൽ കഴിയുന്നു. ആ ഓരോ കാഴ്ചയും ആരെയാണ് അസ്വസ്ഥപ്പെടുത്താതിരിക്കുക? പക്ഷേ ഫലസ്തീൻ്റെ കഥകൾ പറഞ്ഞല്ലേ തീരൂ. 2 നാൾ മുമ്പ് ഇസ്രയേൽ കൊല ചെയ്ത ഫലസ്തീൻ കവി റിഫാത്ത് അൽ അരീർ അവസാനം എഴുതിയ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ എൻ്റെ കഥകൾ പറയാൻ നിങ്ങൾ ജീവിച്ചിരിക്കണം. ഫലസ്തീൻ്റെ വേദനകൾ, മുറിവുകൾ, അതിജീവന സമരങ്ങൾ, ഇസ്രയേലിൻ്റെ ക്രൂരതകൾ. റിസാല അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകേട്ട് പൊള്ളുന്നവർ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ.